ഒരു ദിവസം 5 സിനിമകളോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം തന്നെ ഒരു ചേച്ചിയുടെ ഫിൽമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ 10ഉം 15ഉം സിനിമകൾ റിലീസ് ചെയ്തിട്ടുള്ള വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇത്രയധികം സിനിമകൾ എങ്ങനെയാണ് ഷോൾഡർ ചെയ്യാൻ പറ്റുക എന്നുള്ള അത്ഭുതം തോന്നിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുന്നതുകൊണ്ടാണോ സംഭവിക്കുന്നത്? ആയിരിക്കും ചന്ദ്ര, തീർച്ചയായിട്ടും. കാരണം ഞാനും രഘുവരനില്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആക്ടറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ സ്വന്തം ഒരു ചേട്ടനെ പോലെയാണ്. അപ്പം ഞങ്ങളൊരു പടം ചെയ്തു, വ്യൂഹം എന്നും പറഞ്ഞൊരു പടം ചെയ്തു. തമിഴിലും മലയാളത്തിലും അല്ലാതെയും പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ ചെയ്തപ്പോൾ എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ ഷൂട്ടാണ്. ആദ്യത്തെ ദിവസം അവിടെയായിരുന്നു. അതായത് സംഗീത് ശിവനും സന്തോഷ് ശിവൻ്റെയും ടീമിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. സെക്കൻഡ് ഫിലിമാണ് യോദ്ധ. അപ്പോൾ അമ്മ ഞാൻ കയറി ചെന്ന് കഴിയുമ്പോൾ രവി ചേട്ടാ എന്ന് വിളിച്ചു ഓടിപ്പോയി. ചേട്ടാ എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ശരി മോളെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, ഞാൻ സീനിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം നേരത്തെ ചേട്ടൻ്റെ സ്വഭാവം അങ്ങനെ ആണെന്ന് അറിയാം. എന്നാലും ഞാൻ പറഞ്ഞു അതിനെന്താ, സീനിലായാലും എന്താ, ക്യാമറ ഒന്നും എടുക്കുന്നില്ലല്ലോ, സംസാരിച്ചൂടെ. അപ്പോൾ ഒരാളിനെ എന്തോ വെടിവെക്കുകയോ അങ്ങനെ എന്തോ ചെയ്യുന്ന ആക്ഷൻ പോർഷനും കുറച്ച് ഇമോഷനും ഒക്കെയാണ്. ആ സീൻ എടുത്ത് വെച്ചോണ്ട് ഈ തോക്ക് കൈ വെച്ചിട്ടുണ്ട്. ആ ഫൈറ്റ് മാസ്റ്റർ അടുത്തുനിന്ന് തോക്ക് വാങ്ങിച്ച് കൈ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വേറെ ഒരുപാട് ആൾക്കാരില്ല അവിടെ, നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഉള്ളു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഞാൻ ചിരിക്കുകയായിരുന്നു, കണ്ടു വരുന്നിട്ടിരിക്കപ്പം. എന്താ വള ചിരിച്ചത് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്തോന്നാ ഇങ്ങനെ പ്രാന്ത് കാണിക്കുന്നത്, അവരെപ്പോൾ എടുക്കുമോ ഷോട്ടെന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നതാ, ഷോട്ട് എടുക്കുമ്പോൾ കാണിച്ചാൽ പോരെ. ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, ഇത് വേറെ റൂമിൽ പോയിരിക്കും, എനിക്ക് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് പറ്റില്ല, ഞാൻ ആ മൂഡിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ആ പടം മുഴുവൻ ഞാൻ കളിയാക്കി ചേച്ചേട്ടാ നാളെ എന്നെ വല്ല ഇടിക്കുന്ന ഷോട്ടാണോ, എന്നാൽ ഞാൻ ടേക്ക് സമയത്തേ വരത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുണ്ട്.